അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1 ബുധനാഴ്ച. ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് തുറന്നു കാണിക്കുന്ന പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും കോൺഗ്രസിനെതിരെ പ്രചാരണം ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് മൂന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SC, ST, OBC വിഭാഗക്കാരിൽ നിന്നും സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ശ്രമിക്കുന്നുവെന്നും ഈ അജണ്ട ഉൾപ്പെടെ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും മോദി കത്തിൽ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ കോൺഗ്രസ് വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ച് അവരുടെ സ്നേഹത്തിന്റെ കടയിൽ വിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മാറ്റുന്നതിനായി താൻ രാവും പകലും പ്രവർത്തിക്കുന്നുവെന്നും അതേസമയം തന്നെ തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യമെന്നും മോദി പറഞ്ഞു. കോൺഗ്രസിന്റെ മുഖമുദ്ര വഞ്ചനയാണെന്നും മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ ആരോപിച്ചു. രാജ്യത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ പോളിംഗ് ശതമാനമനുസരിച്ച് ആദ്യഘട്ടത്തിൽ 66.14%, രണ്ടാം ഘട്ടത്തിൽ 66.71% ആകെ പോളിംഗ്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന കേരളത്തിൽ 71.27% ആകെ പോളിംഗ്. കേരളത്തിൽ 78.41% രേഖപ്പെടുത്തിയ വടകരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. 63.37% രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന CPMന്റെ 1 കോടി രൂപ ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തു. തുക കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴി ആദായനികുതി വകുപ്പ് എടുത്തു. പണത്തിന്റെ ഉറവിടം കാണിക്കാൻ ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം CPM പിൻവലിച്ച 1 കോടി രൂപയാണ് ബാങ്കിൽ തിരിച്ചു നിക്ഷേപിക്കാൻ ശ്രമിച്ചത്. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി പണം ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഈ അക്കൗണ്ട് ബോധിപ്പിച്ചിട്ടില്ലെന്നാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സംസ്ഥാനത്തെ കൊടുംചൂട് ക്ഷീരമേഖലയെയും ബാധിച്ചെന്ന് മിൽമ. പാൽ ഉൽപാദനത്തിന്റെ 20% ഇടിവുണ്ടായെന്ന് മിൽമ അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പാലെത്തിച്ചാണ് നിലവിലെ പ്രതിസന്ധി മറികടക്കുന്നത്. പ്രതിദിനം 6.5 ലക്ഷം ലിറ്റർ പാലിന്റെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് 1 മരണം കൂടി. ആലപ്പുഴയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യനായ പൂങ്കാവ് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ സുഭാഷാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. സൂര്യാഘാതം മൂലമാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 3 പേർ സൂര്യാഘാതമേറ്റ് മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. കടുത്ത ചൂടിനിടയിൽ കൊല്ലം ജില്ലയിൽ ശക്തമായ വേനൽമഴ. ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. ഓണമ്പലം സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരൻ തുളസീധരൻ പിള്ളയാണ് മരിച്ചത്. SSLC പരീക്ഷാഫലം മെയ് 8 പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 9 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലവും മെയ് 9 ഉണ്ടാകും. 70 ക്യാമ്പുകളിലായി 14 ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനും വേണ്ടി ഗൂഢാലോചനയിലൂടെ കള്ളപ്രചാരവേല നടത്തിയെന്ന ആരോപണവുമായി ദല്ലാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ വക്കീൽ നോട്ടീസ് അയച്ച് EP ജയരാജൻ. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത്. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് EP ജയരാജൻ നോട്ടീസ് അയച്ചത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ കൈത്തരിപ്പ് മാറ്റാൻ പറ്റിയ ചീർത്ത കവിളുകളുള്ളവർ BJPയിൽ തന്നെയുണ്ടെന്നും അവരുടെ ചെകിട്ടത്തടിച്ച് ശോഭ കൈയുടെ തരിപ്പ് തീർത്താൽ മതിയെന്നും തന്റെ കർണക്കുറ്റിക്ക് അടിക്കുമെന്ന ശോഭാ സുരേന്ദ്രന്റെ പരാമർശത്തിന് മറുപടി നൽകി അമ്പലപ്പുഴ MLA H സലാം. ഒരു കരണത്ത് അടിക്കുമ്പോൾ മറുകരണം കാണിച്ച് തരുന്നവരല്ല ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും സലാം കൂട്ടിച്ചേർത്തു.
മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യുമായി ഉണ്ടായ വാക്ക് തർക്കത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം പ്രമേയം പാസാക്കി. KSRTC ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമുള്ള പ്രമേയമാണ് കൌൺസിൽ പാസാക്കിയത്. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് കേസ് തുടരന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ ഉത്തരവ്. അന്വേഷണം പൂർത്തിയാക്കി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അഴിമതി നടന്നിട്ടില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ CITU മെയ് 2 മുതൽ നടപ്പാക്കുന്ന ഡ്രൈവിംഗ് പരിഷ്കാരം ബഹിഷ്കരിക്കുമെന്ന് CITU വ്യക്തമാക്കി. ഡ്രൈവിംഗ് പരീക്ഷ ഉൾപ്പെടെ നടത്താൻ അനുവദിക്കില്ലെന്നാണ് CITU നിലപാട്. പ്രതിഷേധം തണുപ്പിക്കാൻ ഗതാഗത മന്ത്രി ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സമരവുമായി സംഘടന മുന്നോട്ടു പോവുകയാണ്. മെയ് 2 മുതൽ ഓഗസ്റ്റ് 31 വരെ നീണ്ടുനിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപക പരിശീലനത്തിൽ 80,000 അധ്യാപകർ പങ്കെടുക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ അവയുടെ അക്കാദമിക മൂല്യം നഷ്ടപ്പെടാതെ ക്ലാസ് മുറികളിൽ പ്രയോഗിക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുകയാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രായോഗിക പരിശീലനം നൽകി മറ്റൊരു കേരള മാതൃക രാജ്യത്തിന് മുന്നിൽ കാഴ്ചവെക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. പ്രചാരണ കാലത്തെ പരാമർശങ്ങളൊന്നും മനഃപൂർവ്വമല്ലെന്നും തെറ്റിദ്ധാരണ ഒഴിവാക്കണമെന്നും പന്ന്യൻ രവീന്ദ്രനെ ഫോണിൽ വിളിച്ച് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. ചില പരാമർശങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും ആരുമായും ശത്രുതയില്ലെന്നായിരുന്നു പന്ന്യന്റെ മറുപടിയെന്നും റിപ്പോർട്ടുകൾ. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന നവകേരള ബസ് മെയ് 5 മുതൽ കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്തുമെന്ന് KSRTC. KSRTCക്ക് വേണ്ടി ഓടാൻ പാകത്തിൽ രൂപമാറ്റം വരുത്തി തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ റിലീസ് കാത്തുകിടക്കുകയാണ് ബസ്. ഇപ്പോൾ പുലർച്ചെ 4 മണിക്കായിരിക്കും കോഴിക്കോട് നിന്ന് പുറപ്പെടുക. രാവിലെ 11:35 ബാംഗ്ലൂരിലെത്തും. തിരിച്ച് ഉച്ചയ്ക്ക് ശേഷം 2:30 ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും സർവീസ് നടത്തും. 1171 രൂപയാണ് ബാംഗ്ലൂർ വരെയുള്ള ടിക്കറ്റ് നിരക്ക്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. സേലത്ത് വിനോദസഞ്ചാരികളുമായി പോയ സ്വകാര്യ ബസ് മറിഞ്ഞ് 6 മരണം. അപകടത്തിൽ 30-ലേറെ പേർക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാര കേന്ദ്രമായ ഏർക്കാട് നിന്ന് സേലത്തിലേക്ക് മടങ്ങുമ്പോൾ ഏർക്കാട് ചുരം പാതയിൽ വെച്ചാണ് ഇന്നലെ അപകടമുണ്ടായത്. അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേൾക്കവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് സുപ്രീംകോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സുപ്രീംകോടതി വിശദീകരണം തേടി. വെള്ളിയാഴ്ച വിശദീകരണം നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അമേഠിയിലെയും റായ്ബറേലിയിലെയും സസ്പെൻസ് തുടരുന്നു. അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്നലെ തീരുമാനമാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ പുറത്തിറക്കിയ ലിസ്റ്റിലും ഈ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. മെയ് 3-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതേസമയം അമേഠിയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തതിൽ പ്രതിഷേധിച്ച് അമേഠിയിലെ കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിലൊന്നായ ബസ്തർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 7 മാവോയിസ്റ്റുകളെ വധിച്ചു. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ വിവിധ ഏറ്റുമുട്ടലുകളിൽ 29 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാസേന വധിച്ചത്. ബസ്തർ മേഖലയിൽ മാത്രം ഈ വർഷം 88 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. വെടിനിർത്തലിലെത്തുകയും ബന്ദികളെ വിട്ടയക്കലുമാണ് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. റിയാദിൽ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത മന്ത്രിതല യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2020 ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലിടം നേടി. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്തും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് പുറമെ യശസ്വി ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ എന്നിവരും ടീമിലിടം നേടി. ഓൾറൗണ്ടർമാരായി പാണ്ഡ്യയ്ക്കൊപ്പം രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലുമാണുള്ളത്. കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചാഹൽ എന്നിവർ സ്പിൻ ബൌളിംഗ് ഓപ്ഷനുകളാണ്.
പേസ് ബൌളർമാരായ മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരും ലോകകപ്പ് സംഘത്തിലുണ്ട്. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് തകർത്ത് ലക്നൌ സൂപ്പർ ജയന്റ്സ്. മുംബൈ ഉയർത്തിയ 145 റൺസ് വിജയലക്ഷ്യം 62 റൺസ് എടുത്ത മാർക്കസ് സ്റ്റോയിനിസിന്റെ മികവിൽ ലക്നൌ മറികടന്നു. ഈ ജയത്തോടെ ലക്നൌ 12 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കി. 9-ാം സ്ഥാനത്തുള്ള മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇതോടെ മങ്ങിയിരിക്കുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.